ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ ചാപ്റ്ററാണ്, അതായത് സെക്കൻഡ് മോഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിനെ പറയുന്ന വേറൊരു പേരാണ് MSMEs. M ഫോർ മൈക്രോ, S ഫോർ സ്മോൾ, M ഫോർ മീഡിയം, E ഫോർ എൻ്റർപ്രൈസസ്. അതാണ് MSME എന്ന് നമ്മൾ ഷോർട്ട് ചെയ്ത് പറയുന്നത്. ഈ MSMEs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 1950 ഈ MSME എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്തിരുന്നത് SSI യൂണിറ്റ് ആയിട്ടാണ്. ദാറ്റ് മീൻസ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. ഈ SSI ആണ് പിന്നീട് MSME ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തത്. അതായത് ഈ MSME എന്നുള്ളൊരു കൺസെപ്റ്റ് മെയിനായിട്ട് വന്നത് 2017 2017 ഇത് മെയിനായിട്ട് വന്നത്. മുൻപ് എന്തായിരുന്നു, SSI എന്നുള്ള പേരിലാണ് ഈ MSMEs അറിയപ്പെട്ടിരുന്നത്. അപ്പം നമുക്കിനി എന്താണ് MSMEs എന്ന് നോക്കാം. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചസിനെ പറയുന്നതാണ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്ന്. അതായത് ഒരു ഇന്ത്യയിൽ ഫോം ചെയ്യുന്ന സ്മോൾ അല്ലെങ്കിൽ ലാർജ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിനെ അല്ലെങ്കിൽ അത് ഫോം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന റൂൾസ്, റെഗുലേഷൻസ്, ലോസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ വർക്കിനെ പറയുന്നതാണ് MSMEs എന്ന്. അപ്പോൾ MSMEസിൽ മെയിനായിട്ട് എന്താണ് ഉണ്ടായിരിക്കുക, ഒരു മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇത് ഒരു എൻ്റർപ്രൈസ് ഫോം ചെയ്യാനായിട്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന റൂൾസ്, റെഗുലേഷൻസ്, ലോസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചായ MSMEസിലായിരിക്കും. അപ്പോൾ മിസ് നേരത്തെ പറഞ്ഞു MSME സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിനെയാണ്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കൺട്രിയെ ഇന്ത്യയാണ് MSME ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു എക്കണോമിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്, ഇൻഡസ്ട്രിയൽ എക്കോണമിയുടെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MSMEs ആണ്. അപ്പോൾ നമുക്ക് പറയാം MSME സ്റ്റാൻഡ്സ് ഫോർ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. ഇറ്റ്സ് ഡെവലപ്പിംഗ് ദ കൺട്രീസ് ലൈക്ക് ഇന്ത്യ. MSME ഇൻഡസ്ട്രീസ് ആർ ദ ബാക്ക് ബോൺ ഓഫ് ദ എക്കോണമി. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ് മൈക്രോ എൻ്റർപ്രൈസ്, സ്മോൾ എൻ്റർപ്രൈസ്, മീഡിയം എൻ്റർപ്രൈസ് എന്താണെന്നൊക്കെ നമുക്ക് ഇനി നോക്കാം. ഫസ്റ്റ്ലി നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്രോ എൻ്റർപ്രൈസ് എന്താണെന്നാണ്. മൈക്രോ എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്മോൾ ബിസിനസ് ഓർഗനൈസേഷനാണ്. ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ലോക്കൽ ഏരിയയിൽ അല്ലെങ്കിൽ ലോക്കൽ മാർക്കറ്റിൽ സെല്ല് ചെയ്യാണ് ഈ മൈക്രോ എൻ്റർപ്രൈസസിൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ എംപ്ലോയീസും മിനിമം എത്രയായിരിക്കും, ലെസ് ദാൻ 10 പേരായിരിക്കണം മാക്സിമം നമ്പർ ഓഫ് എംപ്ലോയീസ് ഓഫ് മൈക്രോ എൻ്റർപ്രൈസസിൽ പറയുന്നത്. അതുപോലെ തന്നെ മൈക്രോ എൻ്റർപ്രൈസസ് ഫോം ചെയ്തിരിക്കുന്നത് ചില ഫണ്ടിങ് ടെക്നിക്സ് അല്ലെങ്കിൽ ഫണ്ടിങ് ഫോംസ് രൂപേണയാണിത് ക്രിയേറ്റ് ആയിരിക്കുന്നത്. സോ ഇതിനെ പറയുന്നതാണ് മൈക്രോ ക്രെഡിറ്റ് അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസ് എന്ന്. അതായത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് എമൗണ്ട് കൊണ്ട്, മൈക്രോ ഫിനാൻസ് കൊണ്ട്, ചെറിയൊരു എമൗണ്ട് കൊണ്ട് ആണ് ഈ മൈക്രോ എൻ്റർപ്രൈസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൈക്രോ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്മോൾ ബിസിനസ് ഓർഗനൈസേഷനാണ്. നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ് മൈക്രോ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ അകത്ത് ലെസ് ദാൻ 10 പീപ്പിൾസേ ഇതിൻ്റെ അകത്ത് എൻഗേജ്ഡ് ആവാനായിട്ട് പാടുള്ളൂ. അതേപോലെ തന്നെ പറയുന്നതാണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം 1 കോടി രൂപയും ആനുവൽ ടേൺ ഓവർ 5 കോടി രൂപയും ആയിരിക്കണം അവരുടെ ടേൺ ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവരെയാണ് നമ്മൾ മൈക്രോ എൻ്റർപ്രൈസസിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതായത് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയായിരിക്കണം, 1 കോടിയും അതേപോലെ തന്നെ ആനുവൽ ടേൺ ഓവർ 5 കോടിയും ആവാനേ പാടുള്ളൂ. അവരെയാണ് നമ്മൾ മെയിനായിട്ട് മൈക്രോ എൻ്റർപ്രൈസസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് സ്മോൾ എൻ്റർപ്രൈസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കമ്പയർ ടു മൈക്രോനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഡെവലപ്ഡ് ഫോം ആയിരിക്കും സ്മോൾ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എ സ്മോൾ എൻ്റർപ്രൈസ് ഈസ് എ എൻ്റർപ്രൈസ് വെയർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് മോർ ദാൻ ₹25 lakh ബട്ട് ഡസ് നോട്ട് എക്സീഡ് ₹5 crore. അതായത് കമ്പയർ ടു മൈക്രോനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഫങ്ഷനിങ് നടക്കുന്നതായിരിക്കും സ്മോൾ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് പണ്ട് പ്രീവിയസ് ഇയറിൽ 25 ലക്ഷവും അതേപോലെ തന്നെ 5 കോടിയിൽ കൂടാനും പാടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 10 കോടി രൂപയും അതേപോലെ തന്നെ ആനുവൽ ടേൺ ഓവർ 50 കോടി രൂപയായിരിക്കണം. അവരെയാണ് നമ്മൾ മെയിനായിട്ട് സ്മോൾ എൻ്റർപ്രൈസസിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സ്മോൾ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്മോൾ എൻ്റർപ്രൈസ് ഈസ് ദ വൺ വെയർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് അപ് ടു 10 crore ആൻഡ് ആനുവൽ ടേൺ ഓവർ ഈസ് അപ് ടു 50 crores. അതായത് 10 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഇടയിൽ ആനുവൽ ടേൺ ഓവർ വരുന്ന ഇൻഡസ്ട്രീസിനെയാണ് നമ്മൾ മെയിനായിട്ട് സ്മോൾ എൻ്റർപ്രൈസസിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്.
നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മീഡിയം എൻ്റർപ്രൈസ്. മീഡിയം എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ബിസിനസ് ഓർഗനൈസേഷനാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 കോടി രൂപയും അതേപോലെ തന്നെ ആനുവൽ ടേൺ ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 കോടി രൂപയും ആയിരിക്കണം. ഇതാണ് മീഡിയം എൻ്റർപ്രൈസസിൽ വരുന്ന കാറ്റഗറി. അപ്പോൾ മീഡിയം എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസസ് ആണ്. ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 കോടി രൂപയും അതേപോലെ തന്നെ ആനുവൽ ടേൺ ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 കോടി രൂപയായിരിക്കണം. ഈ കാറ്റഗറിയിലുള്ളതിനെയാണ് നമ്മൾ മീഡിയം എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ മെയിനായിട്ട് മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് ദാറ്റ് മീൻസ് MSMEയുടെ കാറ്റഗറീസ് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ MSMEനെ കുറിച്ച് പഠിച്ചു. അതിൻ്റെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൻ്റെ ടേൺ ഓവറും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നതാണ് ആൻസിലറി യൂണിറ്റ്. ആൻസിലറി യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യൂണിറ്റ്സിൽ അതർ ഇൻഡസ്ട്രീസിന് വേണ്ട ഇൻപുട്സ് പ്രൊവൈഡ് ചെയ്യാണ് ആൻസിലറി യൂണിറ്റ്സിൽ ചെയ്യുക. അതായത് അവർ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മാനുഫാക്ചറിങ് പ്രോസസ്സിലായിരിക്കും. അതായത് അവർ മെയിൻലി എൻഗേജ് ചെയ്തിരിക്കുന്നത് മാനുഫാക്ചറിങ് പ്രോസസ്സായിരിക്കും. അതായത് എന്തെങ്കിലും ഐറ്റത്തിൻ്റെ പാർട്സോ കമ്പോണൻസോ അതേപോലെ തന്നെ എന്തെങ്കിലും എഞ്ചിനീയറിംഗ് വർക്ക്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവർ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണതിൻ്റെ മെയിൻ പാർട്സ് വേറൊരു സ്ഥലത്തായിരിക്കും ഉണ്ടാക്കുക. അത് കൂട്ടി യോജിപ്പിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളുടെ കയ്യിലേക്ക് എത്തുക. അപ്പോൾ അതാണ് പറയുന്നത് ഇൻപുട്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അതർ ഇൻഡസ്ട്രീസിലേക്കുള്ള ഇൻപുട്സിനെയാണ് ആൻസിലറി യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനിയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു കാർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ എല്ലാ പാർട്സും ഒരു സ്ഥലത്തായിരിക്കണം എന്നില്ല ഉണ്ടാക്കുന്നത്. പല ഡിഫറെൻറ്റ് മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവർ ബൈ ചെയ്തിട്ടായിരിക്കും ഒരു കാർ എന്നുള്ള ഇതിലേക്ക് എത്തുന്നത്. അതായത് ചിലപ്പോൾ ഒരു കാറിൻ്റെ ടയർ ഒരു സ്ഥലത്തായിരിക്കും ഉണ്ടാക്കുന്നത്, സീറ്റ് വേറൊരു സ്ഥലത്തായിരിക്കും ഉണ്ടാക്കുന്നത്. അങ്ങനെ പല പാർട്ടുകൾ പല സ്ഥലത്തായിരിക്കും ഉണ്ടാക്കുന്നത്. അതെല്ലാം കൂടി യോജിപ്പിച്ചിട്ടാണ് നമുക്കൊരു ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് എത്തുന്നത്. അങ്ങനെ പറയുന്നത് മെയിൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനുള്ള അവർ പ്രൊവൈഡ് ചെയ്തിട്ട് അതിൽ നിന്നൊരു ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ യൂണിറ്റ്സിനെ പറയുന്നതാണ് ആൻസിലറി യൂണിറ്റ്സ് എന്ന്. അതായത് ഒരു പാരൻറ്റ് യൂണിറ്റിന് അവർ 50% കുറയാണ്ട് അവരുടെ പ്രൊഡക്ട്സ് സപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനത്തെ യൂണിറ്റ്സിനെയാണ് നമ്മൾ ആൻസിലറി യൂണിറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ ദാൻ 25 ലാക്ക് ആവാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ 1 കോടിയിൽ കൂടാനായിട്ടും പാടില്ല ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആൻസിലറി യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50% കുറയാണ്ട് പാരൻറ്റ് യൂണിറ്റിലേക്ക് പ്രൊഡക്ഷൻ ഐറ്റംസ് സപ്ലൈ ചെയ്യുന്നതിനെ പറയുന്നതാണ് ആൻസിലറി യൂണിറ്റ്സ് എന്ന്. ഇവരുടെ ടേൺ ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 ലക്ഷത്തിനും 1 കോടിക്കും ഇടയിലായിരിക്കണം ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ടേൺ ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതാണ് ആൻസിലറി യൂണിറ്റ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്. എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവർ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും എക്സ്പോർട്ട്. അവരുടെ പ്രൊഡക്ട്സ് മറ്റ് രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് സ്ഥലത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിലായിരിക്കും ഇവർ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് സ്ഥാപനം കമൻസ് ചെയ്തിട്ട് 3 വർഷമായിട്ടുണ്ടെങ്കിൽ ആ 3 വർഷത്തിനുള്ളിൽ അവരുടെ പ്രൊഡക്റ്റ് 30% എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. മിനിമം 30% 3 വർഷത്തിനുള്ളിൽ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവരെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റിൽ എൻഗേജ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മാനുഫാക്ചറിങ് ഐറ്റംസ് ആയിരിക്കാം, സർവീസസ് ആയിരിക്കാം, എന്തെങ്കിലും സോഫ്റ്റ്വെയറിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ആയിരിക്കാം, റിപ്പയറോ അങ്ങനെ എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അവർ 30% കുറയാണ്ട് മറ്റു രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്കോ ഒക്കെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനെ പറയുന്നതാണ് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ് എന്ന്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ MSME. അതായത് MSMEയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് പോയിൻ്റായിട്ട് പറയാം, MSMEയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു വെൽഫെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ വെൽഫെയർ ആക്ടിവിറ്റീസും അവർക്ക് MSMEയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയാം, ബാങ്ക്സൊക്കെ ഇവർക്ക് എൻ്റർപ്രൈസസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഫണ്ടിങ് ഒക്കെ കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബാങ്ക്സൊക്കെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, ക്രെഡിറ്റ് ലിമിറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് സെൻറ്റേഴ്സൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അതുവഴി പുതിയ എൻ്റർപ്രണേഴ്സിന് അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നമ്മുടെ എക്കണോമി ഡേ ബൈ ഡേ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അപ്ഡേറ്റിംഗ് ആയിട്ടുള്ള എല്ലാ സ്കിൽസും ഡെവലപ്പ് ചെയ്തെടുക്കാനും
ടെക്നോളജിയിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാനും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സ്കീംസും കാര്യങ്ങളൊക്കെ MSME പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡൊമസ്റ്റിക് ആൻഡ് എക്സ്പോർട്ട് മാർക്കറ്റേഴ്സിന് ഓഫേഴ്സൊക്കെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ എക്സ്പോർട്ടും അല്ലെങ്കിൽ ഡൊമസ്റ്റിക് മാർക്കറ്റൊക്കെ വൈഡനിങ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്വാളിറ്റിയിൽ നോക്കുന്ന ആൾക്കാരാണ്. ക്വാണ്ടിറ്റിനേക്കാളും ക്വാളിറ്റിയാണ് കുറച്ചും കൂടി എൻഷുർ ചെയ്യുന്നത്. സോ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനും അതേപോലെ തന്നെ മോഡേൺ ടെസ്റ്റ് ഫെസിലിറ്റീസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് MSMEs. അതേപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ്ങിന് വേണ്ടിയിട്ടും ആ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ അതിൻ്റെ ഡിസൈനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് MSME സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു MSME സ്ഥാപനം തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരില്ല, ലെസ് ക്യാപിറ്റൽ റിക്വയർഡ് ആയിട്ട് വരുള്ള MSMEs ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. പിന്നെ MSMEയുടെ മാനേജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണർ തന്നെയായിരിക്കും മാനേജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഒന്നില്ലെങ്കിൽ ഓണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് തന്നെയാവാം, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനുള്ള മാനേജർക്കും ആ റോള് വഹിക്കാനായിട്ട് പറ്റും. മറ്റ് എൻ്റർപ്രൈസസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ MSME ഫോം ചെയ്യാനായിട്ടുള്ള ലീഗൽ ഫോർമാലിറ്റീസ് വളരെ കുറവാണ്. അത് ഇതിൻ്റെ ഒരു ഫീച്ചറായിട്ട് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഗവൺമെൻറ് ഈ MSMEs പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരുപാട് സ്കീമുകളും ഇൻസെൻറ്റീവ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നമുക്ക് പറയാം, MSME മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലോക്കൽ മാർക്കറ്റിങ്ങിനെ തന്നെയാണ്. അതായത് നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിനെ തന്നെയായിരിക്കും MSMEയിൽ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ലൊക്കാലിറ്റീനെ ആയിരിക്കും ഇത് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഫീച്ചേഴ്സിൽ പറയുന്നത്. അപ്പോൾ ഫീച്ചേഴ്സ് ഒന്നും കൂടി ചുരുക്കി പറയാം. വർക്കേഴ്സിൻ്റെ വെൽഫെയർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ലിമിറ്റഡ് ഫണ്ട് വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് MSME എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ ബാങ്ക്സ്, ഗവൺമെൻറ്റ്സൊക്കെ ഈ MSME എൻ്റർപ്രൈസസൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള ടെക്നോളജീസും അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു എൻ്റർപ്രൈസിൻ്റെ ഓണേഴ്സിൻ്റെ അല്ലെങ്കിൽ അത് തുടങ്ങുന്ന ആൾക്കാരുടെ ഒരുപാട് ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്രൊഡക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ടെസ്റ്റിംഗ് ഫെസിലിറ്റീസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പാക്കേജിങ്ങിന്, ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൊഡക്ട്സിന്, ഡിസൈനിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. MSMEയുടെ ഓണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അയാൾ തന്നെയായിരിക്കും, അല്ലെങ്കിൽ മാനേജറും കൂടിയായിരിക്കും ഓണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ MSMEs ഫോം ചെയ്യാനായിട്ട് ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത്രയുമാണ് ഫീച്ചേഴ്സ് ഓഫ് MSMEയിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് MSMEs ആണ് നോക്കുന്നത്. അതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഒബ്ജക്റ്റീവായിട്ട് പറയും ടു ക്രിയേറ്റ് ദ പെർമനൻറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു ദ പബ്ലിക്. അതായത് പബ്ലിക്കിന് ഒരു പെർമനൻറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഒബ്ജക്റ്റീവ് പറയാം കൺസ്യൂമേഴ്സിൻ്റെ ഡിമാൻഡിനനുസരിച്ച് സിമ്പിളായിട്ടുള്ള ഗുഡ്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിൻ്റെ സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. തേർഡ് ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് പറയാം ടു എൻഷുർ മോർ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം ടു ദ സൊസൈറ്റി അറ്റ് എ ലാർജർ സ്കെയിൽ. അതായത് ഗുഡ്സിന് റീസണബിൾ ആയിട്ടുള്ള റേറ്റിന്, അതായത് ഇക്വിറ്റബിൾ ആയിട്ടുള്ള പ്രൈസിന് നമുക്ക് മറ്റുള്ളവർക്ക് മീൻസ് സൊസൈറ്റിയിലേക്ക് സെല്ല് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിന് ലാർജ് വെറൈറ്റി ഓഫ് ഗുഡ്സ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് പറയാം നമ്മുടെ മോഡേൺ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് പ്രൊഡക്ട്സ് ഇൻക്രീസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നാഷണൽ ഇൻകംസ് വെച്ചിട്ട് ഇക്വിറ്റബിളായിട്ട് പ്രൊഡക്ട്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഓർഗനൈസേഷന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യാനുള്ള സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്ട്സൊക്കെ അവർ അവൈലബിൾ ആക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ പ്രൊഡക്റ്റിൻ്റെ എക്സ്പോർട്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലേക്കും അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ സെൽഫ് സഫിഷ്യൻ്റ് ആവാനായിട്ട് ഒരു എൻ്റർപ്രനർ സെൽഫ് സഫിഷ്യൻ്റ് ആവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ എൻ്റർപ്രനേഴ്സിന് ഒരു റെഗുലർ ആയിട്ടുള്ളൊരു ഏണിംഗ് സോഴ്സ് അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഫസ്റ്റ് പോയിൻ്റായിട്ട് പറഞ്ഞു ടു പ്രൊവൈഡ് ഇൻക്രീസ്ഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുമ്പോൾ തന്നെ എന്താണ് അവർക്ക് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ളൊരു ഏണിങ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് റെഗുലർ ഏണിങ്ങിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഗവൺമെൻറ് ഇപ്പോൾ ഒരുപാട് ഫെസിലിറ്റീസ് അതായത് സബ്സിഡീസ് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻലി ഈ MSMEs ഒക്കെ നല്ല രീതിയിൽ ഫങ്ഷനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ്സിൽ എന്തൊക്കെയാണ് നോക്കിയത്? എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ
നമ്മുടെ പീപ്പിൾസിൻ്റെ, നമ്മുടെ കൺട്രിയിലുള്ള പീപ്പിൾസിൻ്റെ ലിവിങ് ലെവൽ അല്ലെങ്കിൽ ലിവിങ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഇത് ബാക്ക്വേർഡ് ഏരിയാസിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ നാഷണൽ ഡെവലപ്മെൻറ്റിന് ഇത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നാഷണൽ ഇൻകം ഇക്വിറ്റബിളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫെസിലിറ്റീസ് മാക്സിമം യൂട്ടിലൈസേഷൻ നമുക്ക് നടത്താനായിട്ട് ഇതുവഴി പറ്റുന്നുണ്ട്. മോഡേൺ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വൈഡ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് MSMEയുടെ ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ് MSME എന്ന് നോക്കി. MSME സ്റ്റാൻഡ്സ് ഫോർ മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് ആണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കി. അതേപോലെ എന്താണ് ആക്സിലറി യൂണിറ്റ് എന്താണെന്ന് നോക്കി. എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ് എന്താണെന്ന് നോക്കി. പിന്നെ നമ്മൾ നോക്കിയതാണ് ഫീച്ചേഴ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് MSME. ബാക്കി നമുക്ക് MSME റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.